Good morning to all. Okay, I welcome you our class. So let's learn today's class chapter 7. Chapter 7 ആണ് നമ്മൾ chapter 6 already discuss ചെയ്തു. നമുക്ക് chapter 7 കാണാം. And chapter 7 is reading with understanding. Reading with understanding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? I think you have seen in exam, they will give you a passage. Okay, they will give you a passage. You have to read it carefully. Then under the passage, there will be some questions. You have to answer all those questions after reading the passage. അതായത് അവർ നിങ്ങൾക്കൊരു പാസേജ് തരും. ആ പാസേജ് നല്ല വൃത്തിക്ക് വായിക്കുക. ഭയങ്കര എളുപ്പമാണ്. പാസേജ് നന്നായി മനസ്സിലാക്കി വായിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ താഴെ തന്നിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് പാസേജിൽ നിന്ന് എടുത്ത് ഉത്തരം എഴുതുക. തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് എടുത്ത് ഉത്തരം എഴുതുക. അതാണ് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. അപ്പം നിങ്ങൾ ഈ ടെക്സ്റ്റിൽ നാഴ്സിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കുറച്ച് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് പാസേജസ് ഓരോരോ ചാപ്റ്ററിലായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വായിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ റെഡി. എല്ലാവരും റെഡി ആണെന്ന് തോന്നുന്നു. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി. സോ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. സോ രണ്ട് സെക്ഷനായിട്ട് ഒരു പാസേജ് തന്നിട്ടുണ്ട്. ഐ വിൽ റീഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. ഞാൻ വായിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റെഡി? ലെറ്റ്സ് സീ. സെക്ഷൻ 1. Before examination, many students are under tremendous stress. But it is not just the students who are stressed. Teachers and parents too faces the same situation. അതായത് ഒരു എക്സാം നടക്കുന്നതിന് മുൻപേ, ഒരു എക്സാം നടക്കാൻ പോകുമ്പോൾ കുട്ടികളെല്ലാം ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? ടെൻഷൻ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ, പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല. അതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും കുട്ടികൾ മാത്രമല്ല, നോട്ട് ഓൺലി സ്റ്റുഡൻസ് ബട്ട് ടീച്ചേഴ്സ് ആൻഡ് പാരൻസ്. എക്സാം എത്തുമ്പോഴത്തേക്ക് അച്ഛനമ്മമാർക്ക് ടെൻഷൻ ആയിരിക്കാം, ടീച്ചേഴ്സിന് ടെൻഷൻ ആയിരിക്കാം, മക്കൾ ശരിക്കും പഠിക്കുമോ, തലയിലുണ്ടാവും, അങ്ങനെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. അപ്പം ഈ ഒരു ടെൻഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വി കോൾ ഇറ്റ് ആസ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, വൈ ഡു പീപ്പിൾ ഗെറ്റ് സ്ട്രെസ്ഡ്? എന്തിനാണ് ആൾക്കാർക്ക് സ്ട്രെസ്? നോക്കേ, അഡോളസെന്റ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്കാലം. ഓക്കെ, നമ്മൾ ആ പ്രായത്തിനാണ്. അഡോളസെന്റ്സ് ആർ ഫേസ്ഡ് വിത്ത് ദ ഡിമാൻഡ്സ് ഓഫ് ദെയർ ഡെവലപ്മെന്റൽ ടാസ്ക് ആൻഡ് ദാറ്റ് ഓഫ് എ കംപ്ലീറ്റ് സൊസൈറ്റി. They need to acquire skills of adjustment to emerge into adulthood unaffected by these demands. അപ്പം നമുക്കറിയാം, നമ്മൾ വളർന്നു വരുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. പല ടൈപ്പ് എക്സാം ഉണ്ടാവും, പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം തീർച്ചയായും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പം എന്താ അവിടെ പറയുന്നത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. So if they lack the skills or if too many demands are made on them, ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷൻ, ഉറക്കമില്ല, ഭക്ഷണം വേണ്ട, നമുക്ക് ഉണ്ടാവില്ല എക്സാം ഒക്കെ വരുമ്പോൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചു. അപ്പം ഹൗ ക്യാൻ വി ലിവ്? ഓക്കെ, നമ്മൾ എങ്ങനെ ജീവിക്കും? അപ്പം സ്റ്റുഡൻസ് ആർ ആൻഷ്യസ്, കുട്ടികൾ ടെൻഷനിലാണ്. ഓർ ദേ വറീഡ് അബൌട്ട് വെദർ ദേ വുഡ് ബി ഏബിൾ ടു ലിവ് അപ് ടു ദ എക്സ്പെക്ടേഷൻ ഓഫ് ദെയർ പീർസ്. പീർസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ആണ് കേട്ടോ. PEERS, പീർസ്. അതായത് PEERS ആണ് പീർസ് എന്ന് പറയുന്നത്. ഓക്കെ, PEERS, പീർസ് എന്ന് പറഞ്ഞാൽ ഒരേ ഏജിലുള്ള, സെയിം ഏജിലുള്ള ഫ്രണ്ട്സിനെയാണ് നമ്മൾ പീർസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താ പറയുന്നത്? worried about whether they would be able to live up to the expectation of their peers, parents and teachers. Optimal anxiety motivates and keep them ahead, while over anxiety is disabling. അപ്പോൾ അച്ഛനമ്മമാരെ പറയുന്ന പോലെ പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റുമോ, അല്ലെ ഫ്രണ്ട്സിനേക്കാളും മാർക്ക് വാങ്ങാൻ പറ്റുമോ, അങ്ങനെ പല തരത്തിലുള്ള ടെൻഷൻസ്, സ്ട്രെസ് കുട്ടിയൊക്കെ ഉണ്ടാവും അല്ലേ? ആണ്. അപ്പം എന്താ പറയുന്നത്? ഓപ്റ്റിമൽ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം ടെൻഷൻ. ഓപ്റ്റിമൽ ആൻസൈറ്റി മോട്ടിവേറ്റ്സ് ആൻഡ് കീപ് ദം അഹെഡ്, അവർക്കത് മുന്നോട്ട് പോകാൻ സഹായിക്കും. പക്ഷെ അതേസമയം ഓവർ ആൻസൈറ്റി ഈസ് ഡിസേബിളിങ്, അതായത് ഓവർ ആൻഷ്യസ് ആയി കഴിഞ്ഞാൽ ഒന്നും ശരിയായ രീതിയിൽ പോവില്ല, അല്ലേ? അതെ.
So anxiety is contagious and passes on other students. Anxiety is contagious. എന്താണ് contagious? CONTAGIOUS. കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ പടർന്ന് പിടിക്കുന്നത്. നമ്മളറിയില്ല അസുഖം, കൊറോണ വാസ് കണ്ടേജിയസ്. കൊറോണ പകർന്നു പിടിക്കുന്ന ഒരു അസുഖമായിരുന്നു. അതുപോലെയാണ് anxiety is contagious and passes on other students, teachers and parents. ആൻസൈറ്റി, ഉത്കണ്ഠ എന്ന് പറയുന്നത് എന്താണ്? ഒരു പടർന്നു പിടിക്കുന്ന അസുഖമാണ്. ഒരാൾക്ക് വന്നാൽ അത് തീർച്ചയായും ഓരോരുത്തർക്ക് പാസ്സാകും. മക്കൾക്ക് ഉത്കണ്ഠ ഉണ്ടാവാം, പാരൻസിന് ഉത്കണ്ഠ ഉണ്ടാവും, ടീച്ചേഴ്സിന് ഉണ്ടാവും, അല്ലേ? ആണ്. So adolescent when stressed out tend to perceive everything as an emergency. ഇപ്പൊ കുട്ടിക്കാലത്ത് നമുക്ക് ഇപ്പൊ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉത്കണ്ഠ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാം വേഗം 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 ചെയ്ത് തീർക്കണം എന്നൊരു താല്പര്യമാണ് ഉണ്ടാവുക. ആണോ? സം ഓഫ് ദ റീസൺ ഫോർ ഇൻക്രീസ് ഇൻ സ്ട്രെസ് ലെവൽസ് ആർ. അപ്പൊ എന്തുകൊണ്ട് ഉത്കണ്ഠ വരുന്നു? നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഐഡന്റിറ്റി ക്രൈസിസ്. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രായം. അതാണ് ഐഡന്റിറ്റി ക്രൈസിസ്. ഇനി ദ നീഡ് ടു മേക്ക് കരിയർ ഓറിയന്റഡ് ഡിസിഷൻ. ഇപ്പൊ നമുക്ക് കരിയർ എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായി നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അതിന് ഏത് കോഴ്സ് ചെയ്യണം, എന്ത് പഠിക്കണം, ആ ഒരു ടെൻഷൻ വരുമ്പോൾ നമുക്ക് ആൻസൈറ്റി വരും, അല്ലേ? ആണ്. പിന്നെ എന്താണ്? ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പീർസ് പ്രഷർ. ഇപ്പം നമ്മൾ അച്ഛനമ്മമാരെ നമ്മളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കും. നമ്മളെ ഫ്രണ്ട്സ് പറയും നമ്മൾ പഠിക്കുന്നതാണ്, നീ നന്നായിട്ട് പാസ്സാവും, നിനക്ക് ഇത്ര മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും നമ്മളെ പറ്റിയൊരു പ്രതീക്ഷ ഉണ്ടാവും. ഇതൊക്കെ ആകുമ്പോൾ ആ കുട്ടിക്ക് തന്നെ ആകെപ്പാടെ ഒരു ഉത്കണ്ഠയായിരിക്കും. പക്ഷെ അവരെ പ്രതീക്ഷയ്ക്കത്ത് എനിക്ക് ഉയരാൻ പറ്റുമോ, അല്ലേ? ആണ്. സോ ദ ഇൻഎബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പാരൻസ് ഓൾസോ plays a major role. ചില ആൾക്കാർക്ക് വാട്ട് ആർ ദ പ്രോബ്ലംസ് ദാറ്റ് ദേ ഹാവ്, ദേ കുഡന്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദെയർ പാരൻസ്. അവർക്കുള്ള പ്രശ്നങ്ങൾ അച്ഛനമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും, അല്ലേ? ഇതൊക്കെ ഉത്കണ്ഠ ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. മനസ്സിലായോ? ശരി. ഇനി വാട്ട് വി ക്യാൻ സേ, ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പോൺ ഗുഡ് ബ്രെയിൻ. നല്ല ഓർമ്മ എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിശക്തി ഉള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അതെന്താണ്? The brain needs a good supply of oxygen, glucose, calcium, phosphorus and iron. So make sure you sit in a well ventilated place when studying. അപ്പം പഠിച്ചതൊക്കെ തലയിൽ കയറണമെങ്കിൽ എന്ത് വേണം? നമ്മളെ ബ്രെയിനിൽ ഓക്സിജൻ എത്തണം, ഗ്ലൂക്കോസ്, കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ ഒക്കെ ശരിയായ അളവിൽ എത്തണം. ഓക്കെ, ഇത് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെൻ വി സ്റ്റഡി വി ഷുഡ് സിറ്റ് ഇൻ എ വെന്റിലേറ്റഡ് പ്ലേസ്. നല്ല വായു സഞ്ചാരമുള്ള റൂമിലിരുന്ന് വേണം പഠിക്കാൻ. വെന്റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ വായു സഞ്ചാരം. ഇനി എന്താണ്? യുവർ ഡയറ്റ് ഷുഡ് ഇൻക്ലൂഡ്, നമ്മളെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? മിൽക്ക്, ചീസ്, വാൾനട്ട്, വീറ്റ് ജം, ഗ്രീൻ ലീഫി വെജിറ്റബിൾ, റാഗി, ഡേറ്റ്സ്, ഈത്തപ്പഴം, അതുപോലെ തന്നെ എന്താണ്? പാല്, ചീസ്, വാൾനട്ട്, ഇതൊക്കെ നമ്മൾ ഭക്ഷണം. ലീഫി വെജിറ്റബിൾസ്, ഇലവർഗ്ഗങ്ങൾ, ഇതൊക്കെ നമ്മൾ കഴിക്കണം. പിന്നെന്താണ്? ഡു നോട്ട് ഫൊർഗെറ്റ് ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ദ ബ്രെയിൻ ഫുഡ്. അതെ, നമ്മളെ ബ്രെയിൻ, നമ്മളെ തലച്ചോറിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്താണ്? പ്രഭാത ഭക്ഷണം. എന്താണ്? അതിൽ നിന്നാണ് ഒരു ദിവസം ഫുൾ ആയിട്ട് വേണ്ട എനർജി നമുക്ക് കിട്ടുന്നത്. പിന്നെന്താണ്? ഫാറ്റി മീൽസ്, ഷുഗർ ആൻഡ് ആസിഡ് ടേക്ക് അവർ കാൽഷ്യം ഫ്രം ദ സിസ്റ്റം. ഇപ്പോൾ ഒരുപാട് പഞ്ചസാര, ഷുഗർ, അതുപോലെ തന്നെ ഓയിലി ഫുഡ്, അതുപോലെ തന്നെ എന്താണ്? ആസിഡിറ്റിക്, നമ്മളെ ബോട്ടിൽ ജ്യൂസസ് അല്ലേ, അതൊക്കെ നമ്മളെ ശരീരത്തിൽ നിന്ന് കാൽഷ്യത്തിന് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പം ഡയറ്റ്സ് റിച്ച് ഇൻ ഫൈബർ ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഹെൽപ്പ് ടു റെഡ്യൂസ് സ്ട്രെസ്. അപ്പം നമ്മളെ ഭക്ഷണത്തിൽ എന്ത് ഉൾപ്പെടുത്തണം? ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളില്ലേ, അതുപോലെ തന്നെ വെജിറ്റബിൾ, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ മെൻ്റൽ സ്ട്രെസ്സിനെ ഒരു പരിധിയോളം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി അടുത്ത തേർഡ് പാരഗ്രാഫ് എന്താണ്? ഗുഡ് കോൺസെൻട്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് ദ മെമ്മറി. Learning and memorizing by understanding and recalling what one has learned is helpful. നല്ല ശ്രദ്ധ, ഗുഡ് കോൺസെൻട്രേഷൻ, ശ്രദ്ധ അത്യാവശ്യമാണ് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാൻ,
അല്ലേ? ആണ്. സോ ഓർഗനൈസിങ് ആൻഡ് ഫ്രെയിമിങ് എ ലോജിക്കൽ റിലേഷൻഷിപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പഠിച്ച കാര്യങ്ങൾ വ്യക്തമായി അതിന് ഒരു ഓർഡറിൽ നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഇനി മാസ്റ്ററി നോട്ട് ജസ്റ്റ് ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ സബ്ജക്ട് ബട്ട് ഓൾസോ ദ പ്രോസസ് ഓഫ് ആൻസറിങ് ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഒരു പാഠം അറിഞ്ഞാൽ മാത്രം പോരാ, എന്തുകൂടി വേണം? ബട്ട് ഓൾസോ ആൻസറിങ്. ആ പാഠത്തിൽ നിന്ന് ഏതൊരു ചോദ്യം ചോദിച്ചാലും ഉത്തരം കൊടുക്കാനും നമുക്ക് പറ്റണം, വേണ്ടേ? തീർച്ചയായും വേണം. സോ ആൻസൈറ്റി ആൻഡ് ഫിയർ ഹാമ്പർ റീകോൾ ആൻഡ് റിസൾട്ട് ഇൻ എ മെന്റൽ ബ്ലോക്ക് ഡ്യൂറിങ് എക്സാമിനേഷൻ. അപ്പൊ നമുക്ക് എന്താണ്, ഉത്കണ്ഠ വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഭയം വന്നു കഴിഞ്ഞാലും ഏതൊരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്കറിയില്ല, അത് ചിലപ്പോൾ ഓർമ്മ കിട്ടിയില്ല എന്ന് വരാം. So watching television for a long time could lower academic performance. It steals away the reading time. ഇപ്പോൾ ടി വി ഒരുപാട് സമയം കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ മെമ്മറി പവർ കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ റീഡിങ് ടൈമാണ്. റീഡിങ് ടൈം നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഇനി ടൈം മാനേജ്മെന്റ് ഇസ് അബൌട്ട് സെൽഫ് ഡിസിപ്ലിൻ. ടൈം മാനേജ്മെന്റ്, സമയം, കൃത്യനിഷ്ഠ, സമയം നോക്കി കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലേ? ആണ്. ഇനി ടൈം മസ്റ്റ് ബി മാനേജ്ഡ് ബിറ്റ്വീൻ ഫിൽഡ് ആൻഡ് അൺഫിൽഡ് ടൈം. രണ്ട് ടൈപ്പ് ടൈം ഉണ്ട്. ഒന്ന് എന്താണ് ഫിൽഡ് ടൈം ആൻഡ് അതർ ഇസ് അൺഫിൽഡ് ടൈം. അപ്പൊ നമ്മൾ നോക്കാം എന്താണ് ഫിൽഡ് ടൈം. Filled time is the time spent sleeping, bathing, eating, dressing and attending school. ഫിൽഡ് ടൈം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്ന സമയമില്ല, അതായത് ഉറങ്ങാൻ, കുളിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ഡ്രസ്സ് ചെയ്യാൻ, സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ടൈം, അതൊക്കെയാണ് ഓൾറെഡി ഫില്ലായ ടൈം, ഫിൽഡ് ടൈം. ഓക്കെ. ദെൻ അൺഫിൽഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റുഡൻറ് ഹാസ് 10 hours ഓഫ് അൺഫിൽഡ് ടൈം. അറിയാമോ, നമുക്ക് 10 മണിക്കൂർ അൺഫിൽഡ് ടൈമാണ്. ആ സമയം നമ്മൾ ഉപകരിക്കാം. അതെന്താണ്? ഈ മൊബൈലിന്റെ മുന്നിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയം നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കാം. ഓക്കെ. പിന്നെന്താണ്? ഹൗ ബെസ്റ്റ് ഇസ് ദ സ്റ്റുഡൻറ് ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ്? മേക്ക് എ ടൈം ടേബിൾ ഫോർ 10 hours. അപ്പം നല്ലത് എന്താണ്? ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാം. നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കണം. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചാൽ എവറിഥിങ് വിൽ എൻറ്റർ ഇൻ അവർ ബ്രെയിൻ ഈസിലി. നമ്മളെ മനസ്സിൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കടന്നെത്തും. ഇനി എന്താണ്? 7 to 8 hours ഓഫ് സ്ലീപ്പ് ഇസ് നെസസറി ഫോർ ഓപ്റ്റിമൽ ഫിസിക്കൽ റെസ്റ്റ് ആൻഡ് ബ്രെയിൻ ഫങ്ഷനിങ്. അതായത് നമ്മളെ ബ്രെയിന് കൃത്യമായി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ 7 അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണമെന്നാണ് ഈ പാസേജിൽ പറയുന്നത്. ഇനി എ പോസിറ്റീവ് സ്പോർട്ട് ഇസ് ദ സീഡ് ഓഫ് എ പോസിറ്റീവ് റിസൾട്ട്. പോസിറ്റീവായ ചിന്തയാണ് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് തരുന്നത്, അല്ലേ? ആണ്. ഇനി എന്താ പറയുന്നത്? ഓൾവേസ് ഫീൽ പോസിറ്റീവ്. ദിസ് വിൽ ഹെൽപ്പ് ടു ലെസൺ സ്ട്രെസ്. ഓൾവേസ് ഹാവ് പോസിറ്റീവ് തോട്ട്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ എന്താണ്? നമ്മളെ ചിന്തകൾ പോസിറ്റീവ് ആകുമ്പം ചെയ്യുന്ന പ്രവൃത്തികളും ചെയ്യുന്ന കാര്യങ്ങളും പോസിറ്റീവ് ആയിരിക്കും. ഇനി എന്താണ്? ഇപ്പോൾ സ്റ്റുഡൻറ് ഹാസ് സിംറ്റംസ് ഓഫ് ആൻസൈറ്റി. സിംറ്റം എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ. ഒരു കുട്ടിക്ക് ഒരു ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഉത്കണ്ഠ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ, ഒരു മന്ദിപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കണം എന്നാണ് ഈ പാസേജിൽ പറയുന്നത്. ഓക്കെ. ഇനി അതിൻ്റെ താഴെ കുറച്ച് ട്രൂ ഓർ ഫോൾസ് ഉണ്ട്. നമ്മൾ ഈ പാസേജ് വായിച്ചിട്ട് ട്രൂ ഓർ ഫോൾസ് ചെയ്യാനാണ്. അതിൻ്റെ തൊട്ട് താഴെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ പാസേജിന് ആവശ്യമായ ടൈറ്റിൽ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ചാപ്റ്റർ നന്നായിട്ട്, പാസേജ് നന്നായി വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. Is it clear? So thank you.